അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിൽ പേര് ചൊന്ന 14 നബിമാരെ ഞങ്ങൾ വിശദീകരിച്ച് ഇണ്ട് 15ാമത്തെ നബി മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ആയിട്ടുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല സബൂർ എന്ന കിതാബ് കൊടുത്ത നബി ആയിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാമുക്ക് അള്ളാഹു നുബൂവത്തും മുൽക്കും കൂടി കൊടുത്തു. അതായത് നബിയാണ്, അതോടുകൂടെ രാജാവും. രണ്ട് അധികാരമായിട്ടിട്ട് നുബൂവത്ത് നബിയാവിടെ എന്നുള്ളത്, അതുപോലെ രാജാവ് അവിടെ എന്നുള്ള ഈ രണ്ട് സ്ഥാനം കിട്ടിയ നബിയായിട്ടിട്ട് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം. ദാവൂദ് നബി അലൈഹി സ്വലാം 100 വർഷം പ്രായമായപ്പോഴായിട്ടിട്ട് മഹാനവർകൾ വഫാത്ത്. അവിടെ മഹാനവർകളെ ഭരണ തലസ്ഥാനമായിട്ടിരുന്ന മഹാനവർകൾ ആഡലിത്തം നടത്തുന്നത് ബൈത്തുൽ മഖ്ദിസിലായിട്ടിരിക്കുന്നു. അവിടെ ആയിട്ടിരിക്കുന്നു വഫാത്ത്. ദാവൂദ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ജാഗിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല ചൊന്നത്. അതിൽ ഒന്ന് ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ സ്പെഷ്യൽ ആയിട്ടിരിക്കുന്നത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല പർവ്വതങ്ങളെയും പക്ഷികളെയും എല്ലാത്തെയും ദാവൂദ് നബി അലൈഹി സ്വലാമിക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്. ദാവൂദ് നബി അലൈഹി സ്വലാം തസ്ബീഹ് ചൊല്ലുമ്പോൾ അതെല്ലാം തസ്ബീഹ് ചൊല്ലേ. ദാവൂദ് നബി അലൈഹി സ്വലാം ഒരു തസ്ബീഹ്. അപ്പൊ അള്ളാഹുക്ക് തസ്ബീഹ് ചൊല്ലുമ്പോൾ ഈ മൃഗങ്ങളും പക്ഷികളും പർവ്വതങ്ങളും ഒക്കെ തസ്ബീഹ് ചൊല്ലേ. അപ്പൊ അത് ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ ഒരു പ്രത്യേകത ആയിരിക്കുന്നത്. അതുപോലെ ദാവൂദ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ചൊല്ല് ദാവൂദ് നബി അലൈഹി സ്വലാമുക്ക് അള്ളാഹു ഇരുമ്പുടെ ഖുർആൻ ചെന്ന് വസൽനാ ലൗൽ ഹദീദ, ഇരുമ്പുടെ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ കയ്യിൽ ഞങ്ങൾ ക്യാൻഡിൽ പോലെ, ഇപ്പൊ ക്യാൻഡിൽ ഞങ്ങളെ കൈക്ക് കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് എന്തെല്ലാം കൂടത്തില്, അതുപോലെ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ കൈക്ക് ഇരുമ്പ് കിടത്തുന്നുണ്ടെങ്കിൽ അത് എന്ത് ഒരു ബേനായപ്പോലെ ഞങ്ങൾ ഒരു പിട്ടി നിങ്ങൾ അതിനെ പറത്തക്കും മുദ്ദാക്കുകല്ലാവില്ലേ, അതേപോലെ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ കയ്യിൽ ഇരുമ്പ് ചൊല്ലുന്നത് അത്രക്കും മൃദു സ്മൂത്ത് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാം എന്താക്കിയത് യുദ്ധത്തിന് ഉപയോഗമാക്കിയ അങ്കി, പടയങ്കിയും ചുമട്ടുണ്ട്. കൂടെ നെഞ്ഞിലൂടെ കിട്ടുള്ള ഇരുമ്പിൽ നിന്നാക്കിയ ഇത്, അത് ദാവൂദ് നബി അലൈഹി സ്വലാം കൈ കൊണ്ടാക്കിക്കൊണ്ടിരുന്നു. ഈ ഇരുമ്പ് അയാളെ കൈക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ദാവൂദ് നബിയുടെ കൈക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ബേനായ പോലെ ആവും. അങ്ങനെ ആക്കി പടയങ്കിയെല്ലാം ആക്കിയിട്ട് വിത്തോണ്ടിരുന്നത് ദാവൂദ് നബി അലൈഹി സ്വലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല് ഏറ്റവും നല്ലത് ഒരു മനുഷ്യൻ അധ്വാനിച്ചിട്ട് അവൻ ഉണ്ടാക്കുന്ന സമ്പത്തായിട്ടിരിക്കുന്നത്. ദാവൂദ് നബി അലൈഹി സ്വലാം അങ്ങനെ ആയിട്ട് എന്താ ഈ പിന്നെ ഈ സ്വറാക്കിയിട്ടായിട്ടിരിക്കുന്നത് മഹാനവർകൾക്കുള്ള ചെറുതിന്. അപ്പോൾ ഖുർആനില് ദാവൂദ് നബി അലൈഹി സ്വലാമുക്ക് സബൂർ എന്ന കിതാബ് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല കൊടുത്തത്. 4 നബിമാർക്കായിട്ട് കിതാബ് കൊടുത്തത്. അതിലൊന്ന് മൂസാ നബിനെ ഞങ്ങൾ ചൊന്ന തൗറാത്ത് കൊടുത്തത്, ഈസാ നബിക്ക് ഇഞ്ചീലും കൊടുത്തത്, ദാവൂദ് നബി അലൈഹി സ്വലാമുക്ക് സബൂർ എന്ന കിതാബായിട്ട് കൊടുത്തത്. ഇനി ആറായിട്ട് ഈ ദാവൂദ് നബി അലൈഹി സ്വലാം ബനു ഇസ്രായേലിൽ വന്ന നബി തന്നെ ആയിട്ടിരിക്കാം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഈ ബനു ഇസ്രായേലിക്ക്, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മോൻ ഇസ്ഹാഖ് നബി ആ പാരമ്പര്യത്തിലായിട്ട് ദാവൂദ് നബി അലൈഹി സ്വലാം പണ്ട് ഈ ബനു ഇസ്രായേൽ ചൊല്ലിന്റെ ടീം ഞങ്ങൾ ചൊന്നല്ലേ മൂസാ നബി അലൈഹി സ്വലാം അതിൽ നബിയായി വന്നിട്ട് അങ്ങനെ ഈജിപ്തിൽ വിളിച്ചോണ്ട് വന്നിട്ട് ആ കൊല ഇത് കടൽ കടന്ന് പിന്നെ റായത്ത് എത്തിയ വിഷയം ചൊന്നല്ലേ. അതിൽ പിന്നെ ഞങ്ങൾക്ക് എന്തായിട്ട് ഇപ്പറ എത്തിയാൽ പിന്നെ ഈ ബനു ഇസ്രായേലി ദോഷങ്ങൾ ചെയ്യുക സുറയ്ക്കാം, വേണ്ടാത്തതല്ല അങ്ങ് നടത്തു സുറയ്ക്കാം. അപ്പായിട്ട് ഈ ഏരിയത്തെ അമാലിക്കാൻ ചൊല്ല ഒരു ടീം അറ്റാക്കാക്കി. ഈ ബനു ഇസ്രായേൽ ചൊല്ല ടീമിടെ അമാലിക്കാൻ ചൊല്ല ഭയങ്കര പവറുള്ള ഒരു ടീമായിട്ട് അങ്ങ് വലിയ വലിയ മനുഷ്യന്മാരും ശക്തിയുള്ള ആൾക്കാർ അങ്ങനെ ഈ ബനു ഇസ്രായേലിന്റെ അറ്റാക്കാക്കി അക്രമാക്കുക. ഇപ്പൊ ഈ ബനു ഇസ്രായേലിന്റെ ഒരു പെട്ടി ഉണ്ട്, താബൂത്ത്, ഖുർആനിൽ അതിനെ സംബന്ധിച്ചത്. ആ പെട്ടി ഈ അമാലിക്കടെ അങ്ങ് വലിച്ചെടുക്കാൻ പോയാൽ ചെന്നെങ്കിൽ ഈ പെട്ടി ഇങ്ങെപ്പോഴും ഈ പെട്ടിയിൽ പിടിച്ചിട്ട് നടക്കിടാനായിട്ടിരിക്കും. ഇങ്ങനെ ഒരു യുദ്ധത്തിൽ പോകുമ്പോൾ ഈ പെട്ടി പിടിച്ചുകൊണ്ടാണ് പിന്നെ ഈ പെട്ടിയുടെ ബറക്കത്ത് കൊണ്ടായിട്ടിരിക്കുന്നത് ഇങ്ങനെ എന്താക്കരുത് വിജയിക്കരുത്. അപ്പൊ ഈ പെട്ടിയിലുള്ളത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ തൗറാത്ത്, മൂസാ നബി കൊടുത്ത തൗറാത്തിലെ പലകിരപ്പോലും, അതുപോലെ മുന്നലത്തെ നബിമാർ ഉപയോഗമാക്കി അങ്ങനെ ബറക്കത്തുള്ള വസ്തുക്കൾ ഇതായിട്ട് ഈ പെട്ടിയിലുണ്ട്. ഈ പെട്ടിയായിട്ട് ഇങ്ങനെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ അമാലിക്കത്തങ്ങ ഇങ്ങളൊട്ടി ഫൈറ്റ് ആക്കിയിട്ട് ഈ പെട്ടിയിൽ അങ്ങ് വലിച്ചപ്പം പോയാൽ
അമാലിക്ക എന്ന ഒരു ടീമികളെ ആക്രമിക്കുള്ള കാരണം ഇങ്ങ ആക്കിയ ദോഷങ്ങളെ കൊണ്ടായിട്ടിരിക്കണേ. നബിമാർ ചില നബിമാരല്ല ഇങ്ങനെ കൊന്നിടാറ്. അതായത് ഈ ബനു ഇസ്രായേലുള്ള ടീമിടെ ഒരുപാട് നബിമാർ നല്ലാക്കും നോക്കിയിട്ടാണ്. അതെല്ലാം നല്ല അയാൾമാരുള്ള എന്നാൽ നല്ല ആവാത്തങ്ങളുള്ളവർ വെറും മോശമായ പ്രവർത്തനമാക്കിയുള്ളവർ എല്ലാം മോചിതത്ത് കണ്ടങ്ങായിട്ടിരിക്കണം. നബിമാരിൽ നിന്ന് മോചിതത്ത് കണ്ടങ്ങ് ഒരുപാട് നബിമാർ അങ്ങനെ വന്നത്. അപ്പൊ ഈ ഇങ്ങനെ തോന്നിവാസെല്ലാം ആക്കിയപ്പായിട്ടിട്ട് അമാലിക്കാൻ ചൊല്ല ടീം ഇങ്ങനെ അറ്റാക്ക് ആക്കി ഇങ്ങനെ പെട്ടിട്ട് വലിച്ചെടുത്തോണ്ട് കൊണ്ട് ആ പെട്ടി പോയാൽ പിന്നെ എനിക്ക് ഭയങ്കര നഷ്ടമായിട്ടിരിക്കുന്നത്. എനിക്ക് ചെന്ന് ഇങ്ങനെ ഒരു സമാധാനമായിട്ടിരിക്കണ ആ പെട്ടി എനിക്കൊരു റഹ്മത്തായിട്ടുണ്ട്. അത് പോയാൽ പിന്നെ ഇങ്ങനെ ബേജാറിലായ ഈ സന്ദർഭത്തിലായിട്ടിരിക്കണ അങ്ങനെ നേരു തെറുക്ക് വിളിക്കുകയും നല്ല തെറുക്ക് വിളിക്കുകയും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ശമൂവേൽ നബി അലൈഹിസ്സലാമിന്റെ നബിയായി അള്ളാഹു കടത്ത്. ശമൂവേൽ നബി അലൈഹിസ്സലാം നബിയായിട്ട് വന്നത്. അപ്പോ അമാലിക്കയോട് യുദ്ധം ചെയ്യാൻ ഇങ്ങനെ എതിർ പാർട്ടിയാർ ഓപ്പോസിറ്റ് അമാലിക്ക. ഈ അമാലിക്കലോട്ട് യുദ്ധാക്കോബേനായിട്ട് ഞങ്ങൾക്ക് ഒരു ലീഡർ വേണോട്ട് ഇങ്ങനെ നബിയിലെട്ടിക്ക് ചൊന്നാർ. അപ്പോ ഷമീൽ നബി അലൈഹി സ്വലാം ചൊന്നത് താലൂത്തായിട്ടിട്ട് നിങ്ങളെ ലീഡർ അതിലൊക്കെ പൈസ ഇല്ല, അതിലേക്ക് വലിയ സ്ഥാനവും ഇല്ല, പിന്നെ താലൂത്തിനെ അങ്ങനെ ലീഡറാക്കണേ. അപ്പൊ ഷമീൽ നബി ചെന്നത് അയാൾക്ക് നല്ല ഇൽമുണ്ട്, പിന്നൊന്നും അയാൾക്ക് നല്ല താക്കത്തുണ്ട്. അപ്പൊ അയാളായിട്ട് ലീഡറാവുക ഏറ്റവും യോഗ്യത. എനിക്കൊരു രാജാവ് വേണമല്ലേ, അപ്പൊ എനിക്ക് പ്രൂഫ് വേണം. ആ പ്രൂഫ് അപ്പായിട്ടിക്കട് എന്താണ് ഷമീൽ നബി അലൈഹി സ്വലാം ചൊല്ല്. എന്നാൽ താലൂത്ത് ലീഡറാണ് എന്നതൊക്കെയുള്ള പ്രൂഫ് എന്തുകൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയ നിങ്ങളെ പെട്ടി നിങ്ങൾക്ക് റിട്ടേൺ കിട്ടണം. അത് കിട്ടും. അത് കിട്ടിയെങ്കിൽ താലൂത്ത് ലീഡറാണ് എന്നതൊരു പ്രൂഫ് ആയിട്ടിക്കത്. അങ്ങനെ ബനു ഇസ്രായേലിന് ആ പെട്ടി തിരിച്ചു കിട്ടും. എങ്ങനെ തിരിച്ചു കിട്ടുമെന്നെങ്കിൽ ഈ പെട്ടി എടുത്തുകൊണ്ട് പോയിട്ട് അമാലിക്കത്തങ്ങ വെച്ചുണ്ടാവും. അങ്ങനെ ഒട്ടിക്കുന്നത്. പക്ഷെ ആ പെട്ടി ഇങ്ങക്ക് റഹ്മത്തും ബറക്കത്തായിട്ടുണ്ട്. അങ്ങ് കൊണ്ടുപോയി വെച്ചാൽ പിന്നെ അങ്ങ് സീക്ക് സങ്കട അപകട തീരയില്ല. എപ്പോൾ നോക്കിയും ഇങ്ങൊരു മുഷിപ്പും ബേജാവും. അപ്പോൾ അങ്ങ് ചെന്നറിയേ അമാലിക്കത്തങ്ങ് ചെന്നറിയ ഈ പെട്ടി ഞങ്ങളുടെ ഇടയിൽ വേണ്ട. ഈ പെട്ടി വന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഒരു റാഹത്തുമില്ല. അതുകൊണ്ട് ആ പെട്ടി അങ്ങേക്ക് പോട്ടും ചെന്നിട്ട് ഒരു ബോറി ഗാഡിൽ ആ പെട്ടിയിൽ വെച്ചിട്ട് ആട്ടിവിട്ടാർ. അതിങ്ങനെ നടന്ന് ഈ ബനു ഇസ്രായേലിലേക്ക് വന്നു. അപ്പൊ അള്ളാഹുടെ മലക്കും ആയിട്ടിട്ട് അതിൽ ആട്ടിയോട്ട് വന്നേനെ അതൊക്കെ വന്നില്ലല്ലേ. അപ്പൊ അതിലൂടേക്ക് എത്തുവാറ്റാർ. അപ്പൊ പെട്ടി തിരിച്ചു കിട്ടിട്ട് ആ മാറായിട്ട് രാജാവും താലൂത്ത് എന്നാളായിട്ട് ഇങ്ങനെ ലീഡർ താലൂത്ത് എന്നാൾ രാജാവായിട്ട്. അപ്പൊ രാജാവുടെ നേതൃത്വത്തിൽ ഇങ്ങനെ അമാലിക്കത്തങ്ങളിട്ട് ഇങ്ങനെ യുദ്ധമാക്കണം. അപ്പോ എതിർ പാർട്ടിയിൽ ആരുല്ലേ? അമാലിക്കയുടെ ലീഡർ ജാലൂത്ത്, ഇങ്ങളെ ലീഡർ താലൂത്ത്. ബനു ഇസ്രായേലിന്റെ ലീഡർ താലൂത്ത്. അപ്പൊ താലൂത്തിരൊട്ടിയ അമാലിക്കത്തെ ലീഡർ ജാലൂത്ത് കേക്കടെ ആറുള്ള നണ്ടട്ടി ഫൈറ്റ് ആക്കുകയോ നണ്ടട്ടി ഒർത്തട്ടി ഏറ്റുമുട്ടുകയോ അപ്പായിട്ട് ഈ ബനു ഇസ്രായേലിന് ചെറിയ ഒരാൾ ബേസബലി എന്തില്ലേ അയാളായിട്ട് ചെറിയ ഒരാൾ വലിയ വയസ്സില്ല അയാളായിട്ട് ഈ ആരത്തെ ജാലൂത്തിരൊട്ടിക്ക് ഏറ്റുമുട്ടൽ യുദ്ധത്തിൽ ഫൈറ്റ് ആക്കിട്ട് അങ്ങനെ ആയിട്ട് ഈ ചെറിയ ആള് ആ ലീഡറെ കൊണ്ടിട്ട് ഈ ചെറിയ ആളായിട്ട് ദാവൂദ് നബി അലൈഹി സ്വലാം അങ്ങനെ ചെന്നല്ലേ ദാവൂദ് നബി വിഷയല്ലേ കത്തല ദാവൂദ് ജാലൂത്താണ് ഖുർആൻ ചെന്നിട്ട് ദാവൂദ് നബി അലൈഹി സ്വലാം ജാലൂത്തിനെ കൊന്നുത്തുണ്ട്. അപ്പൊ അങ്ങനെ ലീഡറെ തലയെടുത്തായിട്ട് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാം അന്റെ നബി ആയിട്ടില്ല ചെറിയ വയസ്സ്. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാമുക്ക് ഈ ബനു ഇസ്രായേലിൽ വലിയ സ്ഥാനം കേട്ടു. താലൂത്ത് ഇങ്ങനെ ലീഡറല്ലേ, ഇങ്ങനെ രാജാവല്ലേ താലൂത്ത് ദാവൂദ് നബി അലൈഹി സ്വലാമുടെ മുട്ടാക്കിത്ത് മാത്രമല്ല താലൂത്തിലെ മോലെ മഞ്ഞലാക്കിയിട്ട് കൊടുത്തു. പിന്നീട് രാജാധികാരവും കൊടുത്തു. അത് താലൂത്ത് എന്താക്കിത്ത് നിന്റെ സ്ഥാനത്ത് നിങ്ങ രാജാവറോട്ട് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം രാജാവായിട്ട്. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നുബുവത്ത് കൊടുത്ത, റിസാലത്തും കൊടുത്ത, മാത്രമല്ല കിതാബും കൊടുക്കരുത്.
4 നബിമാർക്ക് മാത്രമല്ലേ കിതാബ് കിട്ടിയിട്ടുള്ളേ. അപ്പോൾ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം രാജാവ്, നബി, റസൂല്, കിതാബ് നൽകപ്പെട്ട നബി. സബൂർ എന്ന വേദ കിതാബ് കിട്ടും. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം 40 വർഷം ഭരണം നടത്തും. അതിൽ ഐക്യത്തെ പിടിച്ചിട്ട് യൂഫ്രട്ടീസ് നദിത്തോലായിട്ട് മഹാനവറുകളുടെ ഭരണപ്രദേശം. 40 വർഷമായിട്ട് മഹാനവറുകൾ ഭരണം നടത്തിയത്. അങ്ങനെ ദാവൂദ് നബി അലൈഹി സ്വലാം 100 വയസ്സ് പ്രായമായപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം വഫാത്താവും. ബൈത്തുൽ മുഖദ്ദിസിലായിട്ട് മഹാനവറുകളെ മടക്കം ചെയ്തു. ദാവൂദ് നബി അലൈഹി സ്വലാമുടെ വഫാത്തായുണ്ട് ഭയങ്കര ചൂടുള്ള നാൾ, ഭയങ്കര ഉഷ്ണക്കാലം, മനുഷ്യന്മാർ പുറത്തിരിയാവില്ല. അപ്പം ആയിട്ട് ദാവൂദ് നബി അലൈഹി സ്വലാമുടെ മോൻ സുലൈമാൻ നബി, ദാവൂദ് നബിയുടെ മോനായിട്ട് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമുടെ കൽപ്പന പ്രകാരം പക്ഷികളെല്ലാം ചിറക് വിരിച്ച് തണലിട്ടു. ആകാശത്തിൽ ഇടിയൊക്കെ പക്ഷി ഇങ്ങനെ പാറുണ്ട്. അപ്പോൾ ആ പക്ഷി ഇങ്ങനെ പാറുമ്പോൾ ഇവിടെ എന്തായിട്ട് തണലും എനിക്ക് കാത്തും ചിലത് നല്ല ഇതായിട്ട്. അത് ദാവൂദ് നബി അലൈഹി സ്വലാം വഫാത്തായിട്ടായിട്ട് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമായിട്ട് അത് കൽപ്പിച്ചത്. അങ്ങനെ ഒരു അത്ഭുതം മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം വഫാത്തായിട്ടുണ്ടായിരുന്നു. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങളൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും അള്ളാഹു വിജയിപ്പിച്ച് തരട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.